ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും, ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും, ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സർവ്വവും ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നു. മനുഷ്യനും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് പാപത്തിൽ വീഴാനിടയാകാതെ ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതലേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. കർത്താവിനെ ഭയപ്പെട്ട് അവന്റെ മാർഗങ്ങളിൽ വ്യാപരിക്കുന്നവർ ഭാഗ്യവാന്മാരാകുന്നു. തനിക്ക് പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും കർത്താവ് അവർ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, നിന്റെ പ്രമാണങ്ങൾ ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും, ഞങ്ങളുടെ വഴികളിൽ പ്രകാശവുമായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സർവ നന്മകളുടെയും ദാതാവായ ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. മനുഷ്യവംശത്തിന്റെ പ്രകാശമായ മിശിഹായെ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് എപ്പോഴും പ്രത്യുത്തരം നൽകുന്ന സമ്പൂർണ്ണ നിക്ഷേപാലയമേ, നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. നിന്റെ അനന്തമായ കരുണയാൽ താൽക്കാലികമായ പ്രകാശം ഞങ്ങൾക്ക് പ്രദാനം ചെയ്തതുപോലെ ഇരുലോകങ്ങളിലും നിന്റെ മഹോന്നതമായ തൃത്വത്തിന് സ്തുതിയും ആരാധനയും മഹാൻ സർവേശ്വരായി നയിക്കും. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാവുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും വ്യക്തവാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. എന്തെന്നാൽ അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിന്റെ കോപം വന്ന് കൂടുന്നത് ഇവ നിമിത്തമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ അവരുടെ പങ്കുകാരാകരുത്. മുമ്പ് നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴാകട്ടെ നമ്മുടെ കർത്താവിൽ നിങ്ങൾ വെളിച്ചമാകുന്നു. ആകയാൽ വെളിച്ചത്തിന്റെ മക്കൾ എങ്ങനെയോ അങ്ങനെ വ്യാപരിക്കുവിൻ. വെളിച്ചത്തിന്റെ ഫലങ്ങൾ സകല നന്മകളിലും നീതിയിലും സത്യത്തിലുമാകുന്നു. നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നല്ലതെന്തെന്ന് നിങ്ങൾ വിവേചിക്കുവിൻ. ഇരുട്ടിന്റെ പ്രവൃത്തികളോട് നിങ്ങൾ കൂട്ടുകൂടരുത്, എന്തെന്നാൽ അവയിൽ ഫലങ്ങളില്ല. മിശിഹായുടെ സ്നേഹത്താൽ നിങ്ങൾ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ നമ്മുടെ കർത്താവിന് എന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുവിൻ. ഭർത്താക്കന്മാരെ, മിശിഹ തന്നെയും തന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ പ്രതി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. മക്കളെ, നിങ്ങൾ നമ്മുടെ കർത്താവിൽ മാതാപിതാക്കളെ അനുസരിക്കുവിൻ. മാതാപിതാക്കളെ, മക്കളെ നിങ്ങൾ കോപിപ്പിക്കരുത്. പിന്നെയോ നമ്മുടെ കർത്താവിന്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും അവരെ വളർത്തുവിൻ. ദാസന്മാരെ, മിശിഹായെ എന്ന പോലെ പേടിയോടും വിറയലോടും നിഷ്കപടതയോടും കൂടെ നിങ്ങൾ ശരീരനാഥന്മാരെ അനുസരിക്കുവിൻ. നാഥന്മാരെ, നിങ്ങളുടെ ദാസന്മാരോട് ഇപ്രകാരം തന്നെ ചെയ്യുവിൻ. അവരുടെ തെറ്റുകൾ അവരോട് ക്ഷമിക്കുവിൻ. നിങ്ങളുടെയും നാഥൻ സ്വർഗത്തിലുണ്ടെന്നും അവന്റെ പക്കൽ മുഖനോട്ടമില്ലെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. നിങ്ങളോടുകൂടെ പരിശുദ്ധ സുവിശേഷം പ്രവേശിച്ചതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവൂസ് എന്ന പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിലെ പ്രധാനനും ധനികനുമായിരുന്നു. ഈശോ ആരെന്ന് കാണുവാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ടത് സാധ്യമായിരുന്നില്ല. ഈശോയെ കാണുവാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സിക്കമോർ മരത്തിൽ കയറിയിരുന്നു. ഈശോ അതിലെയാണ് കടന്നു പോകാനിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ ഇവരെല്ലാവരും പിറുപിറുത്തു, അവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു.
ഈശോനോട് പറഞ്ഞു, ഇന്നോ ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കുവാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഞങ്ങളെ തിരഞ്ഞെടുത്ത വിശുദ്ധന്മാരുടെ അവകാശത്തിൽ ഭാഗഭാഗിത്വം നൽകിയ കർത്താവേ, ഈ ഭവനാംഗങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശുദ്ധന്മാരും പ്രവാചകന്മാരുമാവുന്ന അടിസ്ഥാനത്തിന്മേൽ ഞങ്ങളെ പടുനിർത്തി വിശുദ്ധങ്ങളുടെ രൂപതാധ്യക്ഷനും പിതാവുമായ മറിയൂസേഫ് മിത്രാന്റെയും മറ്റെല്ലാ വൈദിക മേലധ്യക്ഷന്മാരുടെയും കരുണയുണ്ടാകണമേ. രോഗികൾക്ക് ആശ്വാസവും പീഡിതർക്ക് ആശ്വാസവും അവരും ഇപ്പോൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കണ്ണിലെ കൃഷ്ണമണി പോലെ നീ അവരെ കാത്തുകൊള്ളണമേ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആത്മാവേ വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയൻ. സഹവാസവും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. പോസ് ചെയ്യോ രണ്ടാമത് ഫ്രണ്ടിൽ നിന്ന് പോസ് ചെയ്യോ? ഏതാണ്ട് അഭിനയം കൂടുന്നുണ്ട് കേട്ടോ. മതിയില്ലേ? രണ്ടുപേരും തലക്കടി തിരിച്ചോടാ.